വോട്ട് വഴിയിലേക്ക് അയോധ്യയിലെ ഇന്നത്തെ പൊളിറ്റിക്കൽ റോഡ് ഷോ? അല്ല, അതിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ കാണേണ്ടത്. എന്ന് വെച്ച് നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നു എന്നുള്ള ഒരു സ്ഥാപിക്കൽ ഈ ചർച്ചയിൽ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ രാമക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല തന്നെ. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി എന്താണ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും പ്രത്യേകിച്ച് സർക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ഞങ്ങളിതാ ഇന്ന കാര്യം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? 2004 അധികാരത്തിൽ വന്ന UPA സർക്കാർ 2009 വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത് വിപ്ലവകരമായിട്ടുള്ള ഒട്ടേറെ നിയമനിർമ്മാണങ്ങളിലൂടെയാണ്. ഇപ്പോൾ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നു, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നു, വിവരാവകാശ നിയമം കൊണ്ടുവരുന്നു, വിദ്യാഭ്യാസം മൗലികാവകാശം. അതെ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വന്നതിലൂടെ ഇടതുപക്ഷം വേണ്ടാത്ത വിധത്തിൽ 2009 UPA 2 അധികാരത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ നിലയിൽ ഏതെങ്കിലും കാര്യം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടില്ല എന്നും മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളത് നമുക്ക് ഉദാഹരണങ്ങൾ വഴി എടുത്തു പറയാൻ സാധിക്കും. നോക്കൂ, ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ നിശ്ചലമാക്കുന്നു. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ അട്ടത്തു വെച്ചുകൊണ്ട് അതിന് അംഗീകാരം നൽകാതെ സംസ്ഥാന ഭരണത്തെ നിശ്ചലമാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ. അതേസമയം പാർലമെൻറ്റിൻ്റെ കാര്യം എടുത്താലോ, പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 71 തവണയാണ് പാർലമെൻറ്റ് അംഗങ്ങളെ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കണ്ടിട്ടുള്ളത് എന്താണ്? 243 അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടാണ് പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ബില്ലുകൾ പാസ്സാക്കാതെ വിട്ടുകളയുന്നു, ബില്ലുകൾ ചർച്ച കൂടാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ 17ാം ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം പകുതിയോളം ബില്ലുകൾ 2 മണിക്കൂറിൽ താഴെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അയക്കാത്ത നില ഈ ഒരു ശീതകാല സമ്മേളനത്തിൽ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ CAGയുടെ കാര്യം എടുത്താൽ, നമ്മൾ പാർലമെൻറ്റിനെ എടുത്താൽ, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മരവിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ജനാധിപത്യം, മതേതരത്വം എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത് എടുത്തു കളയാനുള്ള ഒരു നീക്കം എന്നുള്ള നിലയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു മേഖലയിലും ഒന്നും അവകാശപ്പെടാനില്ലാത്ത സർക്കാർ, ഒരുപക്ഷെ നമ്മുടെ പൊതുകടം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിദേശകാര്യത്തിലാണെങ്കിൽ നമ്മൾ രാജ്യം വലിയ നിലയിൽ കീർത്തി കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മളെടുത്തിട്ടുള്ള വിദേശ നയങ്ങൾ, വിദേശ നിലപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും നമുക്ക് ഒരു രാജ്യം എന്നുള്ള സ്വത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ്, ഒരു സാമന്ത രാഷ്ട്രത്തിൻ്റെ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിന്ന് പിഴക്കാനുള്ള ഒരു ഏർപ്പാടാണ് രാമക്ഷേത്രം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തിയും ഇതിനില്ല. Meet the editors.